ഞാൻ മലപ്പുറം ജില്ലയിലെ നിലമ്പൂരാണ് ജനിച്ചത്. അപ്പം നിലമ്പൂർ ഗവൺമെൻറ് ഹൈസ്കൂളിൽ ആണ് പഠിച്ചിട്ടുള്ളത്. അതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ അച്ഛന് ജോലി മാറ്റം കാരണം തൃശ്ശൂർ പഠിച്ചിട്ടുണ്ട്, പാലക്കാട് പഠിച്ചിട്ടുണ്ട്. എങ്കിലും കൂടുതൽ കാലം ഞാൻ സ്കൂളിൽ പഠിച്ചതൊക്കെ നിലമ്പൂരാണ്. അപ്പോൾ ഈ നിലമ്പൂരെന്ന് പറയുമ്പോൾ ഒരു കാട് പ്രദേശമാണ്, ശരിക്കും പറയുകയാണെങ്കിൽ ഫോറസ്റ്റ് ഏരിയ ആണ്. അപ്പോൾ അവിടെ എനിക്ക് എന്നെ പാട്ട് പഠിപ്പിക്കണമെന്ന് എൻ്റെ അച്ഛന് വലിയ ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ പാട്ട് പഠിപ്പിക്കാനുള്ള ഗുരുക്കന്മാരാരെയും കിട്ടാതിരിക്കുകയും അങ്ങനെ ആദ്യം കുറച്ച് നേരം തബല പഠിക്കുകയൊക്കെ ചെയ്തു. പിന്നീടാണ് എൻ്റെ ആദ്യത്തെ ഗുരു എനിക്ക് കിട്ടിയത്. നിലമ്പൂർ കാർത്തികേയൻ എന്ന് പറഞ്ഞ ദേവരാജ മാസ്റ്ററുടെ അടുത്തൊക്കെ നിറയെ പാട്ടുകൾ പാടിയിട്ടുള്ള ശ്രീ കാർത്തികേയൻ മാസ്റ്ററാണ് എന്നെ ആദ്യമായിട്ട് സാ പാ സ എന്ന് പറഞ്ഞ് സംഗീതം തുടങ്ങി വയ്ക്കുന്നത്. അതാണ് നിലമ്പൂരുള്ള എൻ്റെ ഒരു കാലം. സ്കൂളിൽ പഠിക്കുമ്പോൾ അങ്ങനെ അധികം കോമ്പറ്റീഷനിലൊന്നും പങ്കെടുത്തിട്ടില്ല, എങ്കിലും കുറച്ചൊക്കെ പങ്കെടുക്കുമായിരുന്നു. ബാലജന സഖ്യം അങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ട് അഭിനയമായിട്ട് വലിയ ബന്ധമൊന്നും ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് അതിൻ്റെ സത്യം. ഒരു നാടകത്തിൽ മറ്റേ ഞാൻ അഭിനയിച്ചിട്ടുണ്ട്. ആ ഒരു നാടകത്തിന് ബെസ്റ്റ് ആക്ടർ കിട്ടുകയും ചെയ്തു എന്നുള്ളതൊരു എന്താ പറയുക, അതൊരു വലിയ സാഹസമായിട്ട് എനിക്കിപ്പോൾ തോന്നുന്നുണ്ട്. അങ്ങനെ ഒരു ഇത് മാത്രമാണ് എനിക്ക് സിനിമയിൽ അഭിനയിക്കാൻ വരുന്നതിനുള്ള മുന്നോടിയായിട്ട് അഭിനയമായിട്ടുള്ള ഒരേ ഒരു പരിചയം എന്ന് പറയുന്നത്. പത്മനാഭൻ സാറാണ് അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം. കേരളത്തിൽ നിന്ന് 4 കുട്ടികളെ ഡൽഹിയിലേക്ക് ചൈൽഡ് വെൽഫെയറിൻ്റെ ഒരു പ്രോഗ്രാമിന് സെലക്ട് ചെയ്യുകയും അതിലൊരാൾ ഞാനായിരുന്നു. അങ്ങനെ ഡൽഹി പോയിട്ട് ഞങ്ങൾ തിരിച്ചു വന്നപ്പോൾ തിരുവനന്തപുരം ആകാശവാണിയിൽ ബാലലോകം എന്നുള്ള പരിപാടിക്ക് വേണ്ടി പത്മനാഭൻ സാറാണ് ഞങ്ങളെ ഇൻ്റർവ്യൂ ചെയ്തത്, റേഡിയോ അമ്മാവനായിട്ട്. അങ്ങനെ അപ്പോൾ പുള്ളി എന്നോട് പിന്നെ പറഞ്ഞത്, അന്ന് തന്നെ നിന്നെ ഞാൻ നോട്ടം ഇട്ടിരുന്നു, ഈ സിനിമ ഈ കഥ എപ്പോഴെങ്കിലും സിനിമയാക്കുകയാണെങ്കിൽ ഈ ക്യാരക്ടറിന് ഈ പയ്യൻ കൊള്ളാം എന്ന്. അന്ന് ഞാൻ 9ാം ക്ലാസ്സിൽ പഠിക്കണം, 1974 കാര്യമാണ് പറയുന്നത്. പക്ഷേ അന്ന് പുള്ളി ഞങ്ങളുടെ അഡ്രസ്സൊക്കെ വാങ്ങി വെച്ചു പത്മനാഭൻ സാറ്. പിന്നീട് അപ്പോഴൊന്നും നടന്നില്ല. 75 എൻ്റെ 10ാം ക്ലാസ് കഴിഞ്ഞ് ഞങ്ങൾ ചിറ്റൂർ പാലക്കാട്ടേക്ക് താമസമായി. അച്ഛന് പാലക്കാട് ജോലി ചെയ്യുന്നത്. ഞാൻ ചിറ്റൂർ കോളേജിൽ BA മ്യൂസിക്കിന് ചേരുന്നതിൻ്റെ മുന്നോടിയായിട്ട് പ്രീ ഡിഗ്രിക്ക് 3rd ഗ്രൂപ്പ് എടുത്ത് അവിടെ പഠിച്ചുകൊണ്ടിരിക്കുക. അങ്ങനെ പഠിച്ചാലേ BA മ്യൂസിക്കിന് കയറാൻ പറ്റുള്ളൂ അവിടെ. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ചിറ്റൂരാണ് പത്മനാഭൻ സാറിൻ്റെ ഭാര്യ വീട്, രാധാമണി ചേച്ചിയുടെ വീട്. അപ്പോൾ രാധാമണി ചേച്ചിയുടെ അച്ഛൻ മാണിക്യ മേനോൻ അവർകളും എൻ്റെ അച്ഛനും വൈകുന്നേരങ്ങളിൽ നടത്തങ്ങൾക്കൊക്കെ പോകുമ്പോൾ, ഈ ഈവനിങ് വാക്കിന് പോകുമ്പോൾ തമ്മിൽ പരിചയപ്പെടുകയും, അങ്ങനെ ഒരു ദിവസം മാണിക്യ മേനോൻ അദ്ദേഹം പറഞ്ഞു, ഇതുപോലെ പത്മനാഭൻ പറഞ്ഞിട്ടുണ്ട്, ഒരു ഫോട്ടോ അയച്ചു തരാൻ പറഞ്ഞിട്ടുണ്ട്. എന്താ കാര്യമെന്ന് ചോദിച്ചാൽ, എന്തോ ഒരു സിനിമയുടെ കാര്യമാണ്. അങ്ങനെ എൻ്റെ ഒരു പല പോസിലുള്ള മറ്റേ ഹാഫ് പ്രൊഫൈൽ, ഫുൾ ഫിഗർ എന്നൊക്കെ പറഞ്ഞിട്ട് പാലക്കാട് ചിറ്റൂരുള്ളൊരു ലോക്കൽ സ്റ്റുഡിയോയിൽ പോയിട്ടൊരു ഫോട്ടോ ഒക്കെ എടുത്ത് അയച്ചു കൊടുത്തു. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ പത്മനാഭൻ സാറിൻ്റെ ഒരു മറുപടി വന്നു, നിരാശപ്പെടരുത്, ആ സിനിമ ഡ്രോപ്പ് ചെയ്തിരിക്കുന്നു. അതിന് ഞാനൊരു മറുപടി അയച്ചു, സാർ ആശപ്പെട്ടിട്ടില്ലല്ലോ, അത് കാരണം പിന്നെ നിരാശയൊന്നുമില്ല. ഈ 76 നടന്ന ഈ സംഭവത്തിന് ശേഷം പിന്നെയും 2 കൊല്ലം കഴിയേണ്ടി വന്ന് ശരിക്കും ഇത് യാഥാർത്ഥ്യമാവാൻ. ആദ്യം ഷോട്ട് എന്ന് പറയുന്നത് കുട്ടികളെല്ലാം കൂടി എൻ്റെ അനിയനായിട്ട് അഭിനയിക്കുന്നൊരു ഗുണ്ട് മനോഹറുണ്ട്. ഗുണ്ട് മനോഹരൻ, ഞാൻ, ബേബി സുമതി, കവിർ പൊന്നമ്മ ചേച്ചി, KPS ഉള്ളത് ചേച്ചി, ഇവർ 2 പേരും ഇരിക്കുന്ന സ്ഥലത്ത് ഞങ്ങൾ ഈ പിള്ളേർ എന്തോ വികൃതിയൊക്കെ കാണിച്ച് വന്ന് കയറുന്നതും, സൈക്കിളിൽ വന്ന് ഇറങ്ങിയിട്ട്, അങ്ങനെയാണെന്നല്ലോ, സൈക്കിളിൽ വന്ന് ഇറങ്ങിയിട്ട് ഫസ്റ്റ് പാട്ട് കഴിഞ്ഞിട്ട് സൈക്കിളിൽ വന്ന് കയറുന്നു. ഡ്രോയിങ് റൂമിൽ ഇങ്ങനെ കറങ്ങി നടക്കുന്നതിന് എന്നെ അമ്മയും ചെറിയമ്മയും കൂടി ചീത്ത പറയുന്ന ഷോട്ടാണ് ആദ്യമായിട്ട് അഭിനയിച്ചത്. രാമേന്ദ്ര ബാബു ഏട്ടൻ്റെ ക്യാമറ. അപ്പോൾ ഇതിൽ മറക്കാൻ പറ്റാത്തൊരു സംഭവം എന്താണെന്ന് വെച്ചാൽ, എനിക്ക് ഈ കണ്ണ് തുറക്കാൻ ഇന്നും വലിയ പ്രയാസമാണ്. ഈ പ്രത്യേകിച്ച് സൺലൈറ്റിൽ എനിക്ക് ഉള്ളിലുള്ളപ്പോൾ നമ്മൾ സ്റ്റുഡിയോനകത്ത് കയറിയിട്ട് എത്ര ആർക്കും ബ്രൂട്ട് ലൈറ്റൊക്കെ വെച്ചാലും എനിക്ക് യാതൊരു പ്രശ്നവുമില്ല. പക്ഷേ സൺലൈറ്റ്, ചെറിയൊരു ലൈറ്റ് എൻ്റെ കണ്ണിലേക്ക് അടിച്ചാൽ ഞാൻ കണ്ണിത് ഇങ്ങനെ ആയിപ്പോൾ, കുറച്ച് ഈ സൈനസിൻ്റെ പ്രോബ്ലമൊക്കെ ഉള്ളതുകൊണ്ട് ഇങ്ങനെ കണ്ണിങ്ങനെ അടയ്ക്കും. അപ്പോൾ രാമേന്ദ്ര ബാബു ചേട്ടൻ ഒരു ദിവസം അപ്പോൾ ഞാൻ പറഞ്ഞു, സാർ ലൈറ്റ് കുറച്ച് അഡ്ജസ്റ്റ് ചെയ്ത് തരണേ എന്ന് ഞാൻ റിക്വസ്റ്റ് ചെയ്തപ്പോൾ പുള്ളിയുടെ ഒരു മറുപടി ഉണ്ടായിരുന്നു, കാശ് എണ്ണി വാങ്ങുന്നില്ലേ, കണ്ണ് തുറന്ന് വയ്ക്കുമെന്ന്. എനിക്ക് കരച്ചിലൊക്കെ വന്നു. കാരണം അന്ന് എനിക്ക് 17 വയസ്സേ ഉള്ളൂ എന്നുള്ളത് ഓർക്കാം. എനിക്ക് വല്ലാതെ ഫീൽ ചെയ്തൊരു സംഭവമാണത്. കാരണം പൈസ വാങ്ങാനൊന്നും എത്ര പറയണമെന്ന് പോലും അറിയാത്തൊരു സ്റ്റേജിൽ ആദ്യമായിട്ട് അഭിനയിക്കുന്ന ഒരു സിനിമയിൽ ബാബുവേട്ടനായിട്ട് ഇപ്പോഴും വളരെ ക്ലോസ് ആണ് കേട്ടോ. പുള്ളി അന്ന് പറഞ്ഞ ആ വാക്ക് എന്നെ വളരെയധികം വേദനിപ്പിച്ചു എന്നുള്ളതാണ് സത്യം. ജയഭാരതി ചേച്ചിയെ ആദ്യമായിട്ട് കാണുന്നത് ആദ്യത്തെ 4 ദിവസത്തെ ഷൂട്ടിങ്ങിന് ശേഷമാണ്. അപ്പോഴാണ് അവർ വരുന്നത്. ജയഭാരതി ചേച്ചി വന്നതിന് ശേഷവും ഭരതേട്ടൻ ആദ്യമൊക്കെ ഇങ്ങനെ വളരെ ലൈറ്റായിട്ടുള്ള സീൻസൊക്കെ എടുത്ത്, ഒരു മരത്തിൻ്റെ മുകളിൽ കയറിയിട്ട് ഞാനിങ്ങനെ ഒരു പക്ഷിയുടെ ഒരു മുട്ട എടുത്ത് ഇങ്ങനെ കാണിക്കുന്നൊരു സീനൊക്കെ ഉണ്ട്. മുട്ടയിട്ടിരിക്കുന്നതെന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ ഇറങ്ങി വരുന്നതും, ഞങ്ങൾ 2 പേരും ലാത്തി അടിച്ച് പോകുന്നതും ഡയലോഗ് പറയുന്നതും വളരെ ലൈറ്റായിട്ടുള്ള കാര്യങ്ങളൊക്കെ എടുത്തു. ഒരു 4 ദിവസം കൂടി കഴിഞ്ഞിട്ടാണ് എൻ്റെ ആദ്യത്തെ ടെൻഷൻ ഉണ്ടായത്. കാരണം ഒരു എസ്റ്റേറ്റാണ്, നെല്ലിയാമ്പതിയിലായിരുന്നു ഷൂട്ടിംഗ്, പാലക്കാട്. അപ്പോൾ അവിടെ ഒരു പ്രത്യേക സ്ഥലത്ത് ഒരു തോടൊക്കെ ഒഴുകുന്നൊരു സ്ഥലം. അവിടെ ഇങ്ങനെ ബഹദൂറിൻ്റെ ഉപദേശപ്രകാരം ഞാൻ മച്ചിത്തെങ്ങിൻ്റെ ഉച്ചിയിലിരിക്കുന്ന ഓന്തിനെ എടുത്ത് കൊന്ന് അതിനെ
അതിനെ കത്തിച്ച് അതിൻ്റെ ചാരമെടുത്ത് ഭസ്മമായി തൊട്ടിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ ഏത് പെണ്ണിനെയും ഇങ്ങനെ വശീകരിക്കാമെന്ന് ബഹദൂറിക്ക എന്നെ പറഞ്ഞ് ഉപദേശിക്കും. അങ്ങനെ ഞാനൊരു ടർക്കി ടവലൊക്കെ എടുത്തിട്ട് ഈ ഭസ്മമൊക്കെ തൊട്ടിയിരിക്കുന്ന ഒരു ഷോട്ടാണ്. അപ്പം ജയഭാരതി ചേച്ചി നടന്നിങ്ങനെ വരുന്നു. പിന്നെ എൻ്റെ ഇമാജിനേഷനാണ് അവർ സ്ലോ മോഷനിൽ ഓടി വരുന്നതും എന്നെ ഇങ്ങനെ പിടിച്ചെണീപ്പിച്ചിട്ട് ഞങ്ങൾ കെട്ടിപ്പിടിക്കണം. അപ്പോൾ ഈ നാട്ടുകാർ മുഴുവനും നോക്കി നിൽക്കുക ഷൂട്ടിങ്. അപ്പം എനിക്കാണെങ്കിൽ ഹാർട്ടിൻ്റെ ബീറ്റ് ഇങ്ങനെ കൂടാൻ തുടങ്ങി. ഞാൻ ഭരതേട്ടൻ്റെ അടുത്ത് വല്ല രഹസ്യമായിട്ട് പറഞ്ഞു, സാർ നമുക്കിത് റിഹേഴ്സൽ വേണ്ട, നേരെ ടേക്കിലേക്ക് പോകാമെന്ന് പറഞ്ഞു. അപ്പോൾ ജയഭാരതി ചേച്ചി ഇത് കേട്ടു. അവർ പറഞ്ഞു, കൃഷ്ണേന്ദ്രൻ നിങ്ങൾ പുതിയ ആർട്ടിസ്റ്റാണ്, നിങ്ങൾക്കൊന്നും അറിയില്ല ഇതിനെപ്പറ്റി. അപ്പോൾ ഈ ക്യാമറാമാൻ ഇതിൻ്റെ ആംഗിളുകൾ നോക്കണം. നമ്മൾ ഈ കെട്ടിപ്പിടിക്കുന്ന സമയത്താണെങ്കിൽ നമ്മുടെ ഈ മുഖം എങ്ങോട്ടൊക്കെ ഫ്രെയിമിൻ്റെ പുറത്തേക്ക് പോകുന്നുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യങ്ങളൊക്കെ അവർക്ക് നോക്കേണ്ട കാര്യമുണ്ട്. അവിടെ നിങ്ങൾ എണീക്കണം എന്ന് പറഞ്ഞാൽ എന്നെ കൈ തന്നെ അവരിങ്ങ് പൊക്കി എണീപ്പിക്കുമായിരുന്നു. അപ്പോൾ ഇത്രയും പ്രൊഫഷണലായിട്ടുള്ള ഒരു ആർട്ടിസ്റ്റിനെ തന്നെ ആദ്യത്തെ സിനിമയിൽ കൂടെ കിട്ടിയതുകൊണ്ട് എനിക്ക് വലിയ ഭയമൊന്നും ഇല്ലാതെ അത് ഒപ്പിക്കാൻ പറ്റി എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. ശരിക്കും പേടിയായിരുന്നു, കാരണം ഇത്രയും ജനങ്ങളുടെ മുന്നിൽ വെച്ച് ഒരു കെട്ടിപ്പിടിക്കുക എന്ന് പറയുന്ന ഒരു ചില്ലറ കാര്യമല്ല. അത് അഭിനയിച്ചവർക്ക് അറിയാൻ പറ്റും. ഒരു തനിച്ചൊരു റൂമിൽ ആണ് കെട്ടിപ്പിടുത്തം എടുത്തിരുന്നെങ്കിൽ പോലും കുറച്ച് ഭേദമായിരുന്നു. പക്ഷേ ഇത് ഞാൻ ശരിക്കും പേടിച്ചു പോയി.